കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അപകീർത്തിപരമായ പരാമർശത്തിനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അതിശക്തമായി ആളിക്കത്തുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാസാക്കാനാവാതെ തോറ്റുമടങ്ങുന്ന മോദി സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പാർലമെന്റ് ശീതകാല സമ്മേളനം അവസാനിക്കുമ്പോൾ ശക്തമായി തന്നെയാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ കളം നിറയുന്നത്. വിവാദമായ ബില്ല് പാസാക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ഇനി ആ ബില്ല് അവതരിപ്പിക്കണമോ എന്ന് പോലും ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയെ പ്രിയങ്ക അടക്കം നയിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന നേട്ടം. 269 എംപിമാർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ 198 എംപിമാർ എതിർക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ 31 പേരാണ് സമിതിയിൽ ഉള്ളത്. ലോക്സഭയിൽ നിന്ന് 21 എംപിമാരും 10 രാജ്യസഭാ എംപിമാരുമാകും സമിതിയിൽ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി കൂടി ഒപ്പിട്ടാൽ മാത്രമേ ബില്ല് പാസ്സാകൂ. അടുത്ത സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിലെ ആദ്യ ദിവസം JPC റിപ്പോർട്ട് പാർലമെന്റിന് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എല്ലാം തന്നെ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിനാണ് ഈ ബില്ലുകൾ കഴിഞ്ഞ ദിവസം നിയമമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലുകൾ JPCക്ക് വിടണമെന്ന പ്രതിപക്ഷാവശ്യം സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിന്മേൽ മണിക്കൂറുകളോളം രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് സഭയിൽ അരങ്ങേറിയത്. ലോക്സഭയിൽ നിന്ന് 14 അംഗങ്ങൾ NDയിൽ നിന്നാണ്. ഇതിൽ 10 പേർ BJPയിൽ നിന്നുമാണ്. BJPയുടെ P ചൗധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാനൽ ഈ നിർദ്ദിഷ്ട ഭേദഗതികളെല്ലാം തന്നെ പരിശോധിക്കുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചനകൾ നടത്തുകയും ചെയ്യും. ബില്ലുകൾ കൃത്യമായി അവലോകനം ചെയ്യാൻ 90 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അധികാര കേന്ദ്രീകരണത്തിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ലംഘിക്കുന്നതിലേക്കും നയിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചത്. രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള BJPയുടെ തന്ത്രമാണ് ഇത് എന്നാണ് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ അവതരണത്തിന് കേവല ഭൂരിപക്ഷം ആവശ്യമാണെങ്കിലും അത് പാസാക്കുന്നതിന് സർക്കാരിന് സഭയിൽ 3/2 ഭൂരിപക്ഷം നേടേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിലവിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സംബന്ധിച്ച് 293 എംപിമാരാണ് ഉള്ളത്. അതേസമയം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിനാകട്ടെ 234 എംപിമാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കുന്നതിനാവശ്യമായ 3/2 ഭൂരിപക്ഷം NDAക്ക് ഇല്ല എന്നതാണ് BJPയെ ചൊടിപ്പിക്കുന്നത്.